വിലക്കപ്പെട്ട പ്രണയം ഭാഗം 44. ആത്മവിശ്വാസത്തോടെ ആമി പറയുന്നത് കേട്ടതും എബി അത് മനസ്സിലായി എന്നതുപോലെ ഒന്ന് തലയാട്ടിക്കൊടുത്തു. അപ്പോഴും അവൻ്റെ മനസ്സിൽ ആമിക്ക് ഹരിയോട് ചെറിയ രീതിയിലുള്ളൊരു ഇഷ്ടമെങ്കിലും ഉണ്ടായിട്ടുണ്ടാകും എന്ന് തന്നെയായിരുന്നു വിശ്വാസം. പിറ്റേ ദിവസം ഞായറാഴ്ചയായിരുന്നു. വൈകുന്നേരം ആകുമ്പോഴേക്കും എല്ലാവരും എത്തുമെന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ എബിക്ക് ഓഫീസിൽ പോകേണ്ടി വന്നില്ല. പക്ഷേ രാവിലെ തന്നെ അവൻ പള്ളിയിലേക്ക് പോയിട്ടുണ്ട്. അവൻ അങ്ങനെ പള്ളിയിലൊക്കെ പോകുന്നത് കണ്ടപ്പോൾ ആമിക്കും ഒന്ന് അമ്പലത്തിലൊക്കെ പോയാൽ കൊള്ളാമെന്ന് തോന്നിയിരുന്നു. പക്ഷേ ഇവിടെ വന്ന് ഇത്രയും ദിവസമൊക്കെ ആയിട്ടും ഇവിടെ എവിടെയാണ് അമ്പലമുള്ളത് എന്നൊന്നും അവൾക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് പോകാനും പറ്റിയിട്ടില്ല. പിന്നെ ഇനി എബിയോട് ചോദിച്ച് അവൻ പള്ളിയിൽ പോകുന്നതിൻ്റെ ഇടയിൽ അവനെ വെറുതെ ബുദ്ധിമുട്ടിക്കേണ്ടല്ലോ എന്ന് കരുതി അവൾ അവനോട് ചോദിക്കാൻ നിന്നില്ല. രാവിലെ 6 മണിക്ക് തന്നെ പള്ളിയിലേക്ക് പോയിരിക്കുവാണ് എബി. വരുന്ന വഴിക്ക് ഭക്ഷണത്തിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വരാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഏകദേശം 7:30 ആയപ്പോൾ തന്നെ എബി തിരികെ എത്തിയിരുന്നു. ചിക്കനും ബീഫും ഒക്കെ വാങ്ങിയിട്ടാണ് അവൻ്റെ വരവ്. ആമി അത് പ്രതീക്ഷിച്ചിരുന്നത് കൊണ്ട് തന്നെ അതിനു വേണ്ട സാധനങ്ങളെല്ലാം അരിഞ്ഞ് എല്ലാം സെറ്റാക്കി വെച്ചിരുന്നു അവൾ സമയം നോക്കിയപ്പോൾ 7:30 ആയിട്ടുണ്ട്. രാവിലത്തേക്ക് അപ്പവും വെജിറ്റബിൾ സ്റ്റ്യൂ കറിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്തായാലും എബിയോടൊന്ന് ചോദിച്ചിട്ട് അമ്പലത്തിലേക്ക് പൊക്കോട്ടെ എന്ന് ചോദിക്കാമെന്ന് കരുതി. ഭക്ഷണമൊക്കെ എടുത്തു വെച്ചുകൊണ്ട് വന്ന് ഡൈനിങ് ടേബിളിൽ വെച്ചപ്പോഴേക്കും എബി പള്ളിയിൽ പോകാനായി ഇട്ട കറുത്ത ജുബയും മുണ്ടും എടുത്തു തന്നെ ഇരുന്ന് പത്രം വായിക്കുവാണ്. അതെ, ആമി വിളിക്കുന്നത് കേട്ടതും എബി പത്രത്തിൽ നിന്ന് മുഖമുയർത്തി അവളെ നോക്കി. ശേഷം എന്താണെന്ന രീതിയിൽ അവളെ നോക്കി പുരികമുയർത്തി. ഇവിടെ അടുത്തെവിടെയെങ്കിലും അമ്പലമുണ്ടോ? പിന്നെ ഇവിടെ പള്ളികളിലും കൂടുതലുള്ളത് അമ്പലങ്ങളാണ്. നമ്മുടെ ഈ വളവ് കടന്നു വരുമ്പോൾ തന്നെയുള്ളത് ഒരു ചെറിയ അമ്പലമാണ്. അവിടെ ഉത്സവവും മറ്റുമൊക്കെ ഉണ്ടാകാറുണ്ട്. അവൻ പറഞ്ഞപ്പോഴാണ് ആമി അതിനെക്കുറിച്ച് ആലോചിച്ചത്. ശരിയാണ്, വീട്ടിലേക്ക് വരുന്നതിന് കുറച്ച് മാറിയുള്ള വളവിനടുത്തായിട്ട് ഒരു വലിയ അമ്പലമുണ്ട്. വീടിനോട് അത്ര അടുത്തല്ല, കുറച്ച് നടന്നു പോകാനുണ്ട്. ഞാനെങ്കിൽ ഒന്ന് അമ്പലത്തിൽ പോയിട്ട് വരട്ടെ. അതിനെന്താ, താൻ പോയിട്ട് വാടോ. അധികമില്ല, നടന്നു പോകാനുള്ള ദൂരമുള്ളൂ. ആണോ? എങ്കിൽ ഞാൻ വേഗം പോയിട്ട് വേഗം തന്നെ വരാം. രാവിലെ കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ എടുത്ത് ഡൈനിങ് ടേബിളിൽ വെച്ചിട്ടുണ്ട്. അതെടുത്ത് കഴിക്കണം കേട്ടോ. എബി അനുവാദം കൊടുത്തതും എന്തോ ലോകം കീഴടക്കിയ സന്തോഷത്തിൽ ആമി അവനോട് ഭക്ഷണമൊക്കെ എടുത്ത് കഴിക്കാൻ പറഞ്ഞുകൊണ്ട് നേരെ മുകളിലേക്ക് ഓടി. ഇവിടുത്തെ അമ്പലത്തിലേക്ക് ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ കുറച്ച് ഭംഗിയായിട്ട് തന്നെ പോകാമെന്ന് കരുതി. 2-3 ധാവണിയും പട്ടുപാവാടയും ഒക്കെ ഇരിക്കുന്നുണ്ട്. അതിൽ നിന്ന് അത്യാവശ്യം വൃത്തിയുള്ളൊരു പട്ടുപാവാടയും ബ്ലൗസും അവളെടുത്തിട്ടു. കുളി കഴിഞ്ഞ് തലയിൽ കെട്ടിയിരുന്ന തോർത്തഴിച്ചെടുത്ത് മുടി കുളിർപ്പിന്നിൽ കെട്ടിയിട്ടു. ശേഷം ഒരു പൊട്ടും തൊട്ട് കണ്ണു ഒന്നെഴുതി കയ്യിൽ 2-3 വളയും എടുത്തിട്ടു. ഇപ്പോഴും കയ്യിലുള്ളത് താലിമാല തന്നെയാണ്. കഴുത്ത് ഒഴിഞ്ഞു കിടക്കണ്ടല്ലോ എന്ന് കരുതി അവൾ അതും എടുത്തിട്ടു. മാല ബ്ലൗസിൻ്റെ കഴുത്തിൻ്റെ ഉള്ളിലേക്ക് എടുത്തിട്ടു. ശേഷം കയ്യിൽ കുറച്ച് പൈസയും എടുത്തുകൊണ്ട് ആമി തിടുക്കത്തിൽ താഴേക്ക് ഓടിയിറങ്ങി. താഴേക്ക് വന്നപ്പോഴും എബി അതുപോലെ തന്നെ ഇരുന്ന് പത്രം വായിക്കുവാണ്. ഞാനെങ്കിലും പോയിട്ട് വരാം. ഇറങ്ങാനായി വാതിൽക്കൽ നിന്നുകൊണ്ട് ആമി അവനോട് വിളിച്ചു പറഞ്ഞു. അപ്പോഴാണ് എബി പത്രത്തിൽ നിന്ന് മുഖമുയർത്തി അവളെ വീണ്ടും നോക്കുന്നത്. ഒറ്റ നിമിഷത്തിൽ എബി അവളെ ഒന്ന് അടിമുടി നോക്കി. 5 വയസ്സ് കുറഞ്ഞതുപോലെ ഉണ്ടിപ്പോൾ. കുറച്ച് കളിയാക്കിയും ഏറെ കാര്യമായിട്ടും എബി അവളോട് പറഞ്ഞു. എനിക്കല്ലെങ്കിലും അധികം പ്രായമൊന്നുമില്ല. ശരി, മുഖത്തെ ആ പുട്ടി തുടച്ചളഞ്ഞിട്ട് പറ. എബി അവളെ വീണ്ടും കളിയാക്കിക്കൊണ്ടിരുന്നു. ദേ, അമ്പലത്തിലേക്ക് പോകാൻ നിൽക്കുന്നതായതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. പോയിട്ട് വരാൻ സാറേ. അവനെ നോക്കി പുച്ഛിച്ച് കാണിച്ചുകൊണ്ട് ആമി പുറത്തേക്കിറങ്ങി ചെരുപ്പിടുന്ന സമയം കൊണ്ട് ആമി നോക്കുമ്പോൾ ദാ എബിയും പുറത്തേക്കിറങ്ങിയിട്ടുണ്ട്. ഒറ്റയ്ക്ക് പോകണ്ട, ആദ്യമായിട്ട് പോകുന്നതല്ലേ. എബി വാതിൽ പൂട്ടി ഇറങ്ങിക്കൊണ്ട് അവളുടെ കൂടെ ഇറങ്ങി. അത് വേണോ? ഇങ്ങനെ ഒരുമിച്ച് പോകുന്നതൊക്കെ ഇവിടെയുള്ളവർ കണ്ടാൽ അത് പിന്നെ വേറെ രീതിയിലായിരിക്കും പറഞ്ഞുണ്ടാക്കാൻ പോകുന്നത്. ഇവിടെയുള്ള ഒരു കോപ്പന്മാരെയും എനിക്ക് പേടിയില്ല. എനിക്കാരെയും ബോധിപ്പിക്കാനൊന്നുമില്ല. ഇനി തനിക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്കൊരു പ്രശ്നമില്ല. അപ്പോൾ പിന്നെ നടക്ക്. എബി പറഞ്ഞതും ആമി തലയാട്ടിക്കൊണ്ട് മുന്നിൽ നടന്നു. അവളുടെ പിന്നിലായി എബിയും. പറഞ്ഞപ്പോൾ നടക്കാൻ കുറച്ചുണ്ടാവുകയുള്ളൂ എന്നാണ് കരുതിയത്. എങ്കിലും നല്ല രീതിയിൽ തന്നെ നടക്കാനുണ്ടായിരുന്നു. കുറച്ചു ദൂരം നടന്നപ്പോൾ തന്നെ ആമി ആകെ ക്ഷീണിച്ചു. എബിയാണെങ്കിൽ അതിലും കൂടുതൽ ക്ഷീണിച്ചു. വണ്ടിക്ക് വന്നാൽ മതിയായിരുന്നു അല്ലേ? എബി ചോദിച്ചതും ആമി അവനെ ഒന്ന് കൽപ്പിച്ചു നോക്കി. നിങ്ങളല്ലേ മനുഷ്യ പറഞ്ഞത് നടന്നു പോകാനുള്ള ദൂരമുള്ളൂ എന്ന്? ആമി അവന് നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് ദേഷ്യത്തിൽ ചോദിച്ചു. നീ ഇതൊരുമാതിരി ഭർത്താക്കന്മാരെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് പോലെ ചൂടാവല്ലേ. വണ്ടിക്ക് വരുമ്പോൾ ഞാൻ കരുതിയത് അവിടെ നിന്ന് കുറച്ച് ദൂരേ ഉള്ളൂ എന്നാണ്. എബി കൈയൊഴിഞ്ഞു. അവൻ്റെ സംസാരം കേട്ടതും ആമി അവനെ ദേഷ്യത്തിലൊന്ന് നോക്കിക്കൊണ്ട് വീണ്ടും നടപ്പ് തുടർന്നു. ഒടുവിൽ 2 പേരും അമ്പലത്തിലെത്തി. നീ എന്താന്ന് വെച്ചാൽ പോയി ചെയ്, ഞാനിവിടെ വല്ലതും ഇരിക്കാം എന്ന് പറഞ്ഞ് എബി ആൽത്തറയിലേക്ക് കയറിയിരുന്നു. ആമി അവനെ ഒന്ന് നോക്കി നേരെ അമ്പലത്തിലേക്ക് കയറി. വഴിപാടൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും ഏകദേശം 1/2 മണിക്കൂറായിട്ടുണ്ടായിരുന്നു. എബിയാണെങ്കിൽ സമാധാനമായിട്ട് ആൽത്തറയിലിരുന്ന് അവിടെയുള്ള കാഴ്ചകളൊക്കെ നോക്കി കാണുകയായിരുന്നു. അമ്പലത്തിൻ്റെ വാതിൽപ്പടി കടന്ന് ആമി വരുന്നത് കണ്ടതും എബി വേഗം തന്നെ ആൽത്തറയിൽ നിന്ന് ചാടിയിറങ്ങി.
കാത്തിരുന്ന് മുഷിഞ്ഞോ? ഇലച്ചീന്തിൽ നിന്ന് ചന്ദനത്തിൻ്റെ ഒരു നുള്ള് മോതിരവിരലാലെടുത്ത് അത് തൻ്റെ നെറ്റിയിലും കഴുത്തിലും തൊട്ടുകൊണ്ട് ആമി അവനോട് ചോദിച്ചു. ഏയ്, മുഷിച്ചിലൊന്നും തോന്നിയില്ല. ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമുണ്ട്. ആരും ഇല്ലാതെ സ്വസ്ഥമായിട്ട് നല്ല ആൽമരത്തിൻ്റെ ശുദ്ധവായുവൊക്കെ ശ്വസിച്ച് ഫീലിംഗ് കാം. എബി ചുറ്റും ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞതും ആമിയും പുഞ്ചിരിച്ചു. ചന്ദനം തൊടുന്നോ? ഇലച്ചീന്ത് അവന് നേരെ നീട്ടി ആമി ചോദിച്ചതും എബി അവൾക്ക് നേരെ മുഖം താഴ്ത്തി കൊടുത്തു. മടിയൊന്നും കൂടാതെ ആമി അത് അവൻ്റെ നെറ്റിയിൽ തൊട്ടുകൊടുത്തു. പൂ വേണമാ? രണ്ടുപേരുടെയും അടുത്തേക്ക് അപ്പോഴാണ് പൂ വിൽക്കുന്ന ഒരു സ്ത്രീ വരുന്നത്. തമിഴ്നാട്ടിൽ നിന്നുള്ള സ്ത്രീയാണ്. ആമി വേണ്ടെന്ന രീതിയിൽ തലയാട്ടി. അവങ്ങൾക്ക് പൂ വേണമെന്ന് ആസയേർക്ക്. വാങ്ങിക്കൊടുങ്ങ് സാർ. അവർ എബിയുടെ നേരെ തിരിഞ്ഞു. ഏയ്, എനിക്ക് വേണ്ട. ആമി അപ്പം തന്നെ വേണ്ടെന്ന് പറഞ്ഞു. എടുത്തോളൂ. പക്ഷേ അതിനു മുന്നേ തന്നെ എബി അവരോട് പൂവെടുക്കാൻ പറഞ്ഞിരുന്നു. മുന്നേ തന്നെ അളന്നു മുറിച്ചു വെച്ചിരിക്കുന്ന പൂവെടുത്ത് അവന് കൊടുത്ത് പൈസയും വാങ്ങി അവർ പോകാനൊരുങ്ങി. നീങ്ക രണ്ടുപേരും ரொம்ப അഴകാ ഇருக்கு. ഇന്ത പൂ പോട്ടാ ഇനിയും അഴകാ ഇറക്കും. പൊണ്ടാട്ടിക്ക് പൂ ചൂടിക്കൊടുങ്ക സാർ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരെയും അനുഗ്രഹിക്കുന്നത് പോലെയൊക്കെ കാണിച്ച് അവർ നടന്നു നീങ്ങി. അല്ല, പൊണ്ടാട്ടിയല്ല. എബി അവരെ തിരുത്താനെന്നോണം പറയാൻ തുടങ്ങും മുൻപ് അവർ നടന്നു നീങ്ങിയിരുന്നു. ആമിയാണെങ്കിൽ അന്തം വിട്ടതുപോലെ നിൽക്കുന്നുണ്ട്. എബി അവളെ നോക്കി വളിച്ചു ചിരിച്ചിരിച്ചു. പൂവ്. അവൻ വാങ്ങിയ മുല്ലപ്പൂ അവൾക്ക് നേരെ നീട്ടി. ആമി കൈകെട്ടി നിന്ന് അവനെയും അവൻ്റെ കയ്യിലിരിക്കുന്ന പൂവും മാറി മാറി നോക്കി. അവർ പറഞ്ഞത് കേട്ടില്ലേ? പൂ ഭാര്യയ്ക്ക് കൊണ്ടുപോയി കൊടുക്കാനാണ് പറഞ്ഞത്. ആമി ഇല്ലാത്ത ഗൗരവം ഉണ്ടാക്കിയെടുത്തുകൊണ്ട് അവനോടൊപ്പം ഗൗരവത്തിൻ്റെ ശബ്ദത്തിൽ തന്നെ പറഞ്ഞു. എബിയാണെങ്കിൽ ചെകുത്താനും കടലിനും നടുക്കുപെട്ടൊരവസ്ഥയിൽ അവളെ നോക്കി നിന്നു. ആമിയും ഗൗരവം ഒട്ടും കുറക്കാതെ അവനെ തന്നെ നോക്കി നിൽക്കുകയാണ്. ഒരു കാര്യം ചെയ്, തൽക്കാലം നീ എൻ്റെ ഭാര്യയാവ്. എബി അവളെ കളിയാക്കുന്ന രീതിയിൽ പറഞ്ഞതും ആമി അവനെ ഗൗരവത്തിലൊന്ന് നോക്കി. പോയി അനീറ്റയ്ക്ക് കൊണ്ടുപോയി കൊടുക്ക്. അത് പറഞ്ഞ് ആമി കുണുങ്ങിച്ചിരിച്ചു. എബി അവളെ ചിറഞ്ഞു നോക്കി. ഈ പൂവ് ഇവിടെ തന്നെ വെക്കാം, ഭഗവാൻ എടുത്തോട്ടെ എന്ന് പറഞ്ഞ് എബി ആ പൂവ് ആൽത്തറയിലേക്ക് വെക്കാൻ ഒരുങ്ങി. അതിനു മുന്നേ തന്നെ ആമി അവൻ്റെ കയ്യിൽ നിന്ന് പൂവ് വാങ്ങിയെടുത്തു. കുളിർപ്പിന്നിലിട്ട മുടിയിൽ നിന്ന് ക്ലിപ്പ് ഊരിയെടുത്ത് അതിൽ പൂവ് കെട്ടി ചുറ്റി കുത്തിവെച്ചു. കൊള്ളാമോ? ആമി അവനോട് ഗമ കാണിച്ചെന്നോണം ചോദിച്ചു. അനീറ്റ വെച്ചാൽ കുറച്ചുകൂടി ഭംഗി കിട്ടിയേനെ. ഇതിപ്പോൾ വടിയിൽ പൂവ് വെച്ചതുപോലെയുണ്ട്. എബി അവളെ കളിയാക്കുന്ന പോലെ പറഞ്ഞു. ദേ, എന്നെക്കൊണ്ടൊന്നും പറയിക്കണ്ട. അമ്പലായിപ്പോയി. വരുന്നുണ്ടെങ്കിൽ വാ. ഇപ്പോൾ നടന്നാലാവും ഉച്ചയ്ക്ക് വീട്ടിലെത്തുക. അത് പറഞ്ഞ് ആമി അവന് മുന്നിലായി നടന്നു. എബി പിന്നിലും. ഞാൻ പറഞ്ഞതല്ലേ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് അവിടെ ഇരുന്നാൽ മതിയെന്ന്. അപ്പോൾ അത് കേട്ടില്ല. പിന്നെ ആദ്യമായിട്ട് വരുന്നതല്ലേ, ഒറ്റയ്ക്ക് വരണ്ടല്ലോ എന്ന് കരുതിയാണ് കൂടെ വന്നത്. അതിപ്പോൾ ഇങ്ങനെയോ ആയി. എബി സ്വയം ആത്മഗതിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിട്ടും ഓരോന്ന് പറഞ്ഞ് തല്ലുപിടിച്ചൊക്കെ രണ്ടുപേരും നടന്നു. ഇങ്ങോട്ട് നടന്നപ്പോൾ വല്ലാത്ത ദൂരം തോന്നിയെങ്കിലും തിരികെ നടന്നപ്പോൾ അത്രയധികം ദൂരം തോന്നിയില്ല. അങ്ങനെ ഏകദേശം 10 മണി ആകാറായിട്ടുണ്ടായിരുന്നു രണ്ടുപേരും തിരികെ വീട്ടിലെത്തിയപ്പോൾ. രണ്ടുപേർക്കും വിശന്നിട്ട് കുടല് കരിയുന്നത് പോലെ ഉണ്ടായിരുന്നു. വന്നപാടെ രണ്ടുപേരും വേഗം വേഷമൊക്കെ മാറി ഭക്ഷണം കഴിക്കാനിരുന്നു. ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ആമി ഉച്ചയ്ക്കുള്ള ഭക്ഷണം പാകം ചെയ്യുന്നതിന് അടുക്കളയിലേക്ക് കയറി. ഉച്ചയ്ക്ക് മാത്രമല്ല, വൈകുന്നേരം അവർ വരുമ്പോൾ അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണവും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. നേരത്തെ തന്നെ എല്ലാം അരിഞ്ഞും മറ്റും വെച്ചതുകൊണ്ട് തന്നെ കൂടുതൽ ജോലിഭാരം ഉണ്ടായിരുന്നില്ല. എബി പിന്നെ അമ്പലത്തിൽ പോയി വന്നത് മുതൽ ഫോണിൽ നടന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വന്നപ്പോൾ തന്നെ ഹാളിലെ സോഫയിലിരുന്ന് ലാപ്ടോപ്പിൽ എന്തോ വീഡിയോ കോളിൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുകയായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ മുന്നിലുള്ള ഗാർഡനിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഫോൺ കോൾ ചെയ്യുന്നുണ്ട്. ആമി പിന്നെ ഇതൊന്നും അറിയാതെ അടുക്കളയിൽ തകൃതിയായ ജോലിയിലും. ഏകദേശം 1.5 മണിക്കൂർ കൊണ്ട് തന്നെ ആമി ചോറും കറികളും എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിരുന്നു. അടുക്കളയിൽ നിന്ന് ആകെ വിയർത്തത് കൊണ്ട് തന്നെ വീണ്ടും ഒന്ന് പോയി കുളിച്ചു വന്നു. ശേഷം മുത്തശ്ശിയെ ഒന്ന് വിളിച്ചു. രാത്രിയാകും വരാൻ എന്നാണോ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് തന്നെ വരണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ആമി ഫോൺ വെച്ചത്. കാരണം 3 ദിവസത്തേക്കുള്ള മരുന്ന് മാത്രമാണ് ആമി കൊടുത്തയച്ചിട്ടുള്ളത്. ഇന്നത്തെ കൂടി കഴിഞ്ഞാൽ പിന്നെ കഴിക്കാൻ മരുന്നില്ല. മരുന്ന് കഴിക്കാതെ ആയാൽ വീണ്ടും അസുഖം കൂടുമെന്നുള്ളത് കൊണ്ടാണ് ആമി അങ്ങനെ പറഞ്ഞത്. എബി അപ്പോഴും ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആമി മുകളിലേക്ക് പോയി കുറച്ച് സമയം പഠിക്കാമെന്ന് കരുതി. ബുക്ക് എടുക്കാനായി അലമാര തുറന്നപ്പോൾ പെട്ടെന്ന് എന്തുകൊണ്ടോ അവളുടെ കണ്ണുകൾ കണ്ണാടിയിലൊന്നുടക്കി. തൻ്റെ ദേഹത്ത് കിടക്കുന്ന താലിമാലയിലായിരുന്നു അവളുടെ നോട്ടം നേരെ വന്ന് നിന്നത്. ഹരി മരിച്ച ദിവസം ഇളയമ്മ ഈ താലിമാല കൊണ്ടുവന്ന് തൻ്റെ കയ്യിൽ തന്നുകൊണ്ട് പറഞ്ഞ കാര്യം അവളുടെ മനസ്സിൽ ഒന്ന് ഓർമ്മ വന്നു. ദാ താലിമാല, ഇനി താലി മാറ്റിയിട്ട് മാല മാത്രം ഇട്ടാൽ മതി. ആമി കണ്ണുകളൊന്നടച്ച് കണ്ണാടിയുടെ മുന്നിൽ അങ്ങനെ നിന്നു. അവളുടെ മുന്നിൽ എന്തുകൊണ്ടോ തെളിഞ്ഞു വന്നത് ഹരിയുടെ മുഖമായിരുന്നു. അവൻ്റെ മുഖം തെളിഞ്ഞു വന്നതും ആമി വേഗം തന്നെ കണ്ണുകൾ വലിച്ചു തുറന്നു. പിന്നീടൊന്നും ആലോചിക്കാൻ നിൽക്കാതെ ആമി താലിമാല തലവഴി ഊരിയെടുത്തു. അതിൽ കൊത്തിവെച്ചിരിക്കുന്ന ഹരിഹരൻ എന്ന പേരിലൂടെ അവളുടെ നോട്ടം ഒന്ന് പോയി.
എന്തുകൊണ്ടോ ഇന്ന് വരെ ഈ താലിമാലയിൽ നിന്ന് ഊരി മാറ്റാൻ തോന്നിയിട്ടില്ല. അതെന്താണെന്ന് ഇതുവരെ ആലോചിച്ചിട്ടുമില്ല. ആമി ഒന്നും ആലോചിക്കാൻ നിൽക്കാതെ അതെടുത്ത് അലമാരയിലേക്ക് വെച്ചു. ശേഷം ശ്വാസം ഒന്ന് ആഞ്ഞു വലിച്ചു വിട്ട് നേരെ ബുക്കെടുത്ത് പഠിക്കാനിരുന്നു. കുറച്ചു സമയം പഠിച്ചു കഴിഞ്ഞപ്പോൾ ഉറക്കം വന്നു. പിന്നെ വേറെ ജോലികളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കിടന്നുറങ്ങി. എബിയാണെങ്കിൽ ജോലിയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് ആകെ തിരക്കിലായിരുന്നു. ഇടയ്ക്ക് അവൻ മുകളിലേക്ക് വന്ന് നോക്കുമ്പോൾ ആമി മുറിയിൽ കിടന്നുറങ്ങുന്നത് കണ്ടിരുന്നു. പക്ഷേ ഉച്ച കഴിഞ്ഞിട്ടും അവൾ ഉണരുന്നില്ല എന്ന് കണ്ടതും അവൻ മുറിയിലേക്ക് പോയി അവളെ വിളിക്കാമെന്ന് കരുതി വന്നതാണ്. എടോ, പതിയെ ഒന്ന് തട്ടി വിളിച്ചപ്പോൾ തന്നെ ആമി ഉണർന്നിരുന്നു. എന്തുറക്കാണിത്? സമയം 2 മണിയായിട്ടുണ്ട്. ഭക്ഷണമൊന്നും കഴിക്കണ്ടേ? എബി ചോദിച്ചതും ആമി വേഗം തന്നെ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. കണ്ണൊന്ന് അമർത്തി തുടച്ചു. ഞാൻ താഴെ ഉണ്ടാകും, അങ്ങോട്ട് വന്നാൽ മതി. അത് പറഞ്ഞ് എബി മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി. ആമി വേഗം തന്നെ മുഖമൊക്കെ കഴുകി താഴേക്ക് വന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ആണ് പറമ്പിലേക്ക് പോകണമെന്ന് ഓർത്തത്. മുത്തശ്ശി പോയിട്ട് പിന്നെ അങ്ങോട്ടൊന്ന് പോയി നോക്കിയിട്ടില്ല. അവിടെയൊക്കെ ഏതു വിധത്തിലായി കാണുമെന്ന് ചിന്തിച്ച് ഒന്ന് പോയി നോക്കാമെന്ന് കരുതി. ഭക്ഷണത്തിന് ശേഷം ആമി നേരെ അങ്ങോട്ടിറങ്ങി. എബിയോട് പറഞ്ഞിട്ടാണ് പോയത്. അവിടെ പോയി നോക്കി കുറച്ചു ദൂരം നടന്നു നീങ്ങിയപ്പോൾ തന്നെ മഴക്കാർ വെച്ച് കയറുന്നത് ആമി കണ്ടിരുന്നു. പിന്നെയും കുറച്ചു ദൂരം കൂടി പോയതിനു ശേഷം ആമി തിരികെ ഇറങ്ങി. മുന്നിലെ ഗാർഡനിലുള്ള ചെടികളും നനച്ചിട്ടില്ല. മഴ വരുമെന്ന് ഉറപ്പില്ല. അതുകൊണ്ട് ആമി അവിടെ കൂടെ നനക്കാമെന്ന് കരുതി. മോട്ടോർ ഓൺ ചെയ്ത് ഹോസ് ഉപയോഗിച്ച് നനക്കാൻ തുടങ്ങി. പക്ഷേ നനച്ചു തുടങ്ങിയപ്പോഴേക്കും പെട്ടെന്നാണ് മഴ പെയ്തു തുടങ്ങിയത്. പെട്ടെന്ന് ഇടിച്ചു കുത്തിയാണ് മഴ പെയ്തത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വീട്ടിലേക്ക് ഓടിക്കയറാൻ അവൾക്ക് പറ്റിയില്ല. ആമി വേഗം പോയി മോട്ടോർ ഓഫ് ചെയ്തു. പക്ഷേ അപ്പോഴേക്കും അവൾ നല്ല രീതിയിൽ തന്നെ നനഞ്ഞു പോയിരുന്നു. ആമിയുടെ അനക്കമൊന്നും കേൾക്കാതെ ആയതും പുറത്തേക്ക് വന്ന് നോക്കി എബി കാണുന്നത് മഴയത്ത് നനഞ്ഞു നിൽക്കുന്ന ആമിയെയാണ്. ഹേയ്! അവൻ വീടിൻ്റെ വരാന്തയിൽ നിന്ന് ആമിയെ ഉറക്കെ വിളിച്ചു. ആമി അവനെയൊന്ന് നോക്കി. ആമി ആ നേരം കൊണ്ട് വരാന്തയിലേക്ക് ഓടിക്കയറിയിരുന്നു. താനപ്പോൾ മഴയിൽ കളിച്ചതല്ലേ? ആമിയെ നോക്കി എബി ചോദിച്ചതും അവൾ അവനെ കണ്ണുമിഴിച്ചു നോക്കി. ഞാനവിടെ ഗാർഡനിലുള്ള ചെടി നനക്കുമായിരുന്നു. പക്ഷേ അപ്പോഴാണ് പെട്ടെന്ന് മഴ പെയ്തത്. മോട്ടോർ ഓഫ് ചെയ്തതിന് ശേഷം വീട്ടിലേക്ക് കയറാമെന്ന് കരുതിയതാണ്. അതായിരുന്നോ? ഞാൻ കരുതി താൻ മഴയിൽ കളിക്കുവാണെന്ന്. ഇല്ല, ഞാൻ പോയി നനഞ്ഞ ഡ്രസ്സൊന്ന് മാറ്റിയിട്ട് വരാം. ആമി പറഞ്ഞതും എബി തലയാട്ടി സമ്മതിച്ചു. പക്ഷേ ആമി അകത്തേക്ക് കയറാൻ ഒരുങ്ങിയപ്പോൾ തന്നെ അവൻ അവളുടെ കൈ പിടിച്ച് പുറത്തേക്ക് ഓടിയിറങ്ങി. എന്താ ചെയ്യുന്നേ? എന്തായാലും നനഞ്ഞില്ലേ, ഇനിയിപ്പോൾ കുളിച്ചു കയറ്. എബി അവളുമായിട്ട് മഴയിലേക്ക് ഓടിയിറങ്ങി. ആദ്യം ആമി ഒന്ന് പകച്ചുവെങ്കിലും പിന്നീട് ആമി 2 കൈ നിവർത്തി മുകളിലേക്കൊന്ന് നോക്കി. എബിയോ അതുപോലെ തന്നെ മഴ ആസ്വദിക്കുകയായിരുന്നു. തുള്ളി തുള്ളിയായി മഴ പെയ്തിറങ്ങി. 2 പേരും ഒരുപോലെ ആസ്വദിച്ച് മഴ നനഞ്ഞു. 2 പേരെയും ഒരുപോലെ നനച്ച് മഴ പെയ്തിറങ്ങി. ദേ നോക്കിയേ, ആമി ദൂരേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞതും എബി അങ്ങോട്ട് നോക്കി. അയ്യേ മണ്ടൻ, ഞാൻ ചുമ്മാ പറ്റിച്ചതാ. ആമി അത് പറഞ്ഞ് കുണുങ്ങിച്ചിരിച്ചു. ഡി നീ എന്ന് പറഞ്ഞ് എബി അവളെ തല്ലാനായി കൈ ഓങ്ങിയെങ്കിലും ആമി ഓടി മാറി. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാട്ടോ. ബൈ.